പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ജലസംരക്ഷണം പറയുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യ ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ, ആ മേഖലയിൽ ഒരു വെല്ലുവിളി വന്നാൽ, ആ മേഖലയിൽ ഒരു പ്രശ്നം വന്നാൽ ഉടൻ തന്നെ നമ്മൾ മനുഷ്യരെ കുറ്റപ്പെടുത്തും. നമ്മൾ ശരി തെറ്റുകൾക്കപ്പുറം മനുഷ്യരെ കുറ്റപ്പെടുത്തും. നീ അങ്ങനെ ജീവിച്ചതുകൊണ്ടല്ലേ, പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടല്ലേ, പ്രകൃതി സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാത്തതുകൊണ്ടല്ലേ, പരിസ്ഥിതി സംരക്ഷിക്കാത്തതുകൊണ്ടല്ലേ, കാട് വെട്ടിയത് കൊണ്ടല്ലേ, പുഴ നശിപ്പിച്ചത് കൊണ്ടല്ലേ, മണൽ ഊറ്റിയത് കൊണ്ടല്ലേ, കല്ല് പൊട്ടിച്ചത് കൊണ്ടല്ലേ, ഇങ്ങനെ പാറ എടുത്തത് കൊണ്ടല്ലേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പരസ്പരം ബ്ലെയിം ചെയ്യും. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് എടുക്കാം. ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പ്രകൃതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും അതിൻ്റെ സവിശേഷതകളും. അതുകൊണ്ട് ഇത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയും. ദയവായി എല്ലാവരും ഈ വീഡിയോ കാണണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. 460 കോടി വർഷങ്ങൾ കൊണ്ടുണ്ടായ ഭൂമി ഉണ്ടായ കാലം മുതൽ ഭൂമിയിൽ ചൂടും തണുപ്പും മഴയും വെയിലും മഞ്ഞും ഒക്കെ മാറി മാറി വരുന്നു. അങ്ങനെ വരാനുള്ള കാരണം സൂര്യനാണ് ഒരു പ്രധാനപ്പെട്ട കക്ഷി, നായകൻ സ്ഥാനത്ത് നിൽക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടും പ്രകാശവുമൊക്കെയാണ് ഭൂമിയെ ഇങ്ങനെയൊക്കെ മാറ്റി തീർക്കുന്നത്. അങ്ങനെ സൂര്യൻ്റെ 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത്. സാങ്കല്പിക അച്ചുതണ്ടാണ്. അങ്ങനെ 23.5 ഡിഗ്രി ചരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ്റെ അഭിമുഖമായി വരുന്ന സമയമുണ്ട് വർഷത്തിൽ. സൂര്യൻ്റെ ചൂട് നേരിട്ടടിക്കാത്ത സ്ഥലവുമുണ്ട് ഭൂമിക്ക്. അഭിമുഖമായ സ്ഥലം വരുത്തുമ്പോൾ ചൂടും, എതിർ സ്ഥലത്ത് തണുപ്പ് അല്ലെങ്കിൽ മഴയും അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു കാലവും അനുഭവപ്പെടും. ഇങ്ങനെയുള്ള സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കവും അതിന് ചെറിയ വ്യത്യാസം വരുന്നു എന്ന് ശാസ്ത്രലോകം പറയുകയാണ്. അക്കാഡമിക്കായി അത് തെളിയിക്കപ്പെടേണ്ട ഒരു ചലഞ്ചിങ് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ സ്ഥാനം, ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി അനുസരിച്ച് ഭൂമിയുടെ ഫലകങ്ങൾ, അതായത് ഭൂമിക്കടിയിലുള്ള ഇതൊരു പലകപ്പുറത്ത് ഒരു പലകയല്ല, ഒരുപാട് പലകകളുടെ മേശകളുടെയൊക്കെ പുറത്ത് വച്ചിരിക്കുന്ന ഒരു ഭൂമിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമിക്കടിയിലും സംഭവിക്കുന്നുണ്ട്. ഇതാണ് രണ്ട് വിഷയം. അപ്പം സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിൻ്റെ വിഷയം ഒന്ന്, ഭൂമിക്കടിയിലുണ്ടാകുന്ന വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഭൂമിക്ക് ചെറിയ ചലനവുമുണ്ട്, ചെറിയല്ല വലിയ ചലനമുണ്ട്. അതിൻ്റെ തോതും വ്യത്യാസം വരുന്നു. മഴ സ്ട്രാറ്റിഫൈഡ് റെയിൻ ആയിരുന്നു, സംവഹന മഴ, സ്ട്രാറ്റിഫൈഡ് കൺവെൻഷൻ റെയിൻ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പരന്നൊഴുകുന്ന മഴയാണ് സ്ട്രാറ്റിഫൈഡ്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ സംവഹന മഴയാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി തണുത്ത് മഴയായി വരും. അത് മാറി ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്ന പർവ്വതജന്യമായ മഴയ്ക്കും വലിയ പ്രാധാന്യം കിട്ടുന്നു കേരളത്തിൽ. നേരത്തെയും പർവ്വതജന്യമായ മഴ ഉണ്ട്, പക്ഷെ ഇപ്പോഴാണ് കൂടുതൽ പർവ്വതജന്യമായ മഴയിലേക്ക് നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ നീരാവിക്കകത്തുള്ള സൂക്ഷ്മാണുക്കളെ പറയുന്നതാണ് എയറോസോൾ എന്ന് പറയുന്നത്. അന്തരീക്ഷ നീരാവിക്കകത്തുള്ള സൂക്ഷ്മാണുക്കളുണ്ട്, സൂക്ഷ്മമായ വസ്തുക്കളുണ്ട്. അത് പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ള അന്തരീക്ഷത്തിലേക്കുള്ള മനുഷ്യൻ്റെ ഇടപെടൽ കൂടിയുള്ള എല്ലാ ഇടപെടലുകളുള്ള അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എയറോസോളുകളുടെയും കൂടി സാന്നിധ്യത്തിലാണ് മഴ പെയ്യുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ടാണ് മഴത്തുള്ളികളെ താഴോട്ട് വലിക്കുന്നത്. അപ്പോൾ എയറോസോളുകൾ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് മഴയിൽ നിന്ന് മാറി കുമുലോനിംബസ് ക്ലൗഡുകൾ, അതായത് കുമുലോനിംബസ് കൂമ്പാര മേഘങ്ങൾ ഉണ്ടായി പരന്നൊഴുകിയിരുന്ന വെള്ളം പരന്നിങ്ങനെ വന്നിരുന്ന എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വരുന്ന മഴ ഓരോ ചെറിയ പ്രദേശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഴുന്ന രീതിയിൽ വന്നു. ഒരു 8-10 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മാത്രം വന്നിരുന്ന മഴ 15 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പോൾ മഴയുടെ പൊക്കത്തിൽ വ്യത്യാസം വന്നു. കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് വെള്ളം എടുത്ത് താഴോട്ട് ഒഴിക്കും പോലെയായി. നമ്മൾ തറയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് വലിയ കുറച്ച് പൊക്കത്തിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴിക്കുന്നതും ടെറസിൻ്റെ മുകളിൽ കയറി നല്ല പൊക്കത്തിൽ നിന്ന് താഴെ ഒഴിക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. താഴോട്ട് വലിയ പൊക്കത്തിൽ നിന്ന് വന്നാൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സിൽ നിന്നാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വെള്ളത്തെ ഫോഴ്സ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ടർബൈൻ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു എനർജി ഉണ്ട് വെള്ളത്തിൽ, അല്ലെങ്കിൽ പിന്നെ അത് കറണ്ട് എന്ന് പറയുന്നില്ല, ഒരു എനർജി ഉണ്ട്, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ വെള്ളത്തെ, ശക്തമായ വെള്ളത്തെ പിടിച്ചിരുന്നത് നമ്മുടെ കാടും സംവിധാനങ്ങളുമാണ്. കേരളത്തിൽ ഒരു വശത്ത് അറബിക്കടലും ഒരു വശത്ത് പശ്ചിമഘട്ട മലനിരകളും നേരെ മുകളിൽ 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെ അക്ഷാംശത്തിൽ സൂര്യനും ഉള്ളതുകൊണ്ട് നല്ല ചൂട് വരും ഇവിടെ. അപ്പോൾ വർഷത്തിൽ നല്ല ചൂട് വരും, അതനുസരിച്ച് നീരാവിയാകുന്നതിൻ്റെ അളവ് കൂടും. അത് സഞ്ചരിച്ച് മലകളിൽ തട്ടുമ്പോൾ മലകളിൽ വന്ന് തട്ടി മഴയായി പെയ്യും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ.
ഇങ്ങനെ വരുമ്പോഴുണ്ടൊരു പ്രശ്നം, കേരളത്തിലുള്ളൊരു പ്രശ്നം. ഈ മഴ വന്നാൽ നേരത്തെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബഹുനിലകളുള്ള ബഹുതലങ്ങളുള്ള ഏറ്റവും പൊക്കമുള്ള മരങ്ങൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെ പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെ ഷ്രബുകൾ, പിന്നെ പുൽച്ചെടികൾ, പുൽമേട്, ഇതാണ് കാടിൻ്റെ ആവാസവസ്ഥ. അവിടെ വീണ് മഴവെള്ളം വീണ് ഒരു ലെയറിൽ വീണ് ശക്തി കുറഞ്ഞ് അടുത്ത ലെയറിൽ വീണ് സമയമെടുത്ത് ശക്തി കുറഞ്ഞ് അടുത്ത ലെയറിൽ വീണ് ഭൂമിയിലെത്തുമ്പോൾ പുല്ലിലെത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും, ശക്തിയും കുറയും. ഈ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ ഡയറക്റ്റായിട്ട് മഴവെള്ളം മണ്ണിലേക്ക് വീഴുകയും മണ്ണൊലിപ്പ് ഉണ്ടാക്കുകയും ആദ്യത്തെ മഴവെള്ളമൊക്കെ മണ്ണൊലിപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തുടർ വരുന്ന മഴകൾ കൃത്യമായി ഉരുൾപൊട്ടലുകളാണ് ഉണ്ടാക്കുന്നത്. ഇനി മഴ അവിടെ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കൊച്ചു തോടുകൾ ഉണ്ടായിരുന്നു വെള്ളത്തിനൊഴുകാൻ. അവയിൽ വലിയൊരു ശതമാനം തോടുകളും പല ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ നികത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ട്. പമ്പ നദി കണക്കാക്കിയാൽ 1500ഓളം കുഞ്ഞ് സൂക്ഷ്മ ചെറിയ ലഘു ഉപ തോടുകളൊക്കെ ചേരുന്നതാണ് പമ്പാ നദി. 1500-ൽ എത്ര എണ്ണം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വന്നാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുളങ്ങളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിന്നെ പുഴകളുണ്ടായിരുന്നു, നദികളുണ്ടായിരുന്നു, ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് വയലുണ്ടായിരുന്നു. അപ്പോൾ വയലിന് വിഷയം പറ്റി, പുഴയ്ക്ക് വിഷയം പറ്റി, അതുപോലെ തന്നെ പിന്നെന്ത് പറ്റി, അതിന് വയലിന്, പുഴയ്ക്ക്, കുളങ്ങൾക്ക്, പിന്നെ കാവുകൾക്ക് പ്രശ്നം പറ്റി, കാവുകളെല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ ഇടനാട്ടിലെത്തുന്ന വെള്ളത്തിന് താൽക്കാലികമായി കയറിക്കിടക്കാൻ പറ്റുന്ന ഇടങ്ങളെല്ലാം നമ്മൾ നശിപ്പിച്ചു. പ്രളയ തടങ്ങളെല്ലാം നമ്മൾ പല രൂപത്തിൽ ഇല്ലാതാക്കി. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലിന് ഉണ്ട്, എന്നാലും നമ്മൾ മറ്റതിലേക്കാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് മഴ, കൺവെൻഷണൽ മഴ മേഘകൂമ്പാര മഴയായി, കൂമ്പാരമേഘങ്ങളുടെ മഴയായി വന്നു ശക്തമായി താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധി സംഭവിക്കും. അതിന് നമ്മൾ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയാം. പ്രളയം വളരെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അതിന് മിന്നൽ പ്രളയം എന്ന് പറയാം. ഡാമുകൾ അശാസ്ത്രീയമായി തുറന്നാൽ മിന്നൽ പ്രളയം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുടെ ഒരുപാട് ഇടപെടലുകളും കൂടി ഉണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ കൂടി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല പ്രതി, പ്രകൃതിയുടെ ഈ ഒരു മാറ്റവും വികൃതിയൊക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് കരണീയമായിട്ടുള്ളൂ. കാലം മാറി, കാലാവസ്ഥ മാറി, സംവിധാനങ്ങളെല്ലാം മാറി. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ രൂപങ്ങളും ഭാവവും താളവും ഒക്കെ മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് മനുഷ്യരും മാറുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ബുദ്ധിയും നമ്മുടെ മുന്നിലില്ല, ഒരു ശക്തിയും നമ്മുടെ മുന്നിലില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക. കാലാവസ്ഥ മാറി, ഇനി മാറേണ്ടത് മനുഷ്യരാണ്.